നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ജെൻഡർ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന പേപ്പറിലെ തേർഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ബ്ലോക്കിൽ പൊതുവായിട്ട് പറയുന്നത് ജെൻഡറിങ് സോഷ്യൽ റിലേഷൻ എന്ന ഒരു കാര്യങ്ങളാണ്. അതാണ് ഈ ഒരു ബ്ലോക്കിന്റെ പേര്. ഇതിലെ ഫസ്റ്റ് യൂണിറ്റ് ഹൗസ് ഹോൾഡ് എന്നാണ്. അതായത് ഇനി വരുന്ന യൂണിറ്റുകളിൽ നമ്മൾ പൊതുവെ ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചില പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനൊന്ന് വിശാലമായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഹൗസ് ഹോൾഡ് എന്ന ഒരു പോയിന്റ് ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ശരി, അപ്പൊ ജെൻഡറിങ് സോഷ്യൽ റിലേഷൻ, കുടുംബത്തിന്റെ നമുക്ക് കുടുംബത്തിൽ വരുന്ന ജെൻഡർ ഡിഫറൻസിയേഷൻസ് എങ്ങനെയാണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ജെൻഡറിങ് സോഷ്യൽ റിലേഷൻസ് എന്നത് സമൂഹത്തിലെ വിവിധ ബന്ധങ്ങളും സ്ഥാപനങ്ങളിലും സ്ത്രീ പുരുഷ ലിംഗ വ്യത്യാസങ്ങളെ അടിസ്ഥാനമാക്കി എങ്ങനെയാണ് രൂപപ്പെടുകയും അത് പ്രവർത്തിക്കുകയും നിലനിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് ഇവിടെ ഈ ഒരു ആശയമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇതിലെ ഹൗസ് ഹോൾഡ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഘടകത്തെ കുറിച്ച്, കുടുംബം എന്ന ഒരു പ്രധാന സാമൂഹിക ഘടകത്തെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അപ്പൊ കുടുംബം എന്ന് വെച്ചാല് സമൂഹത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ട്, സമൂഹത്തെ നമ്മളൊരു വലിയ കെട്ടിടമായിട്ട് പരിഗണിച്ചാൽ അതിലെ ഓരോ ബ്ലോക്ക്, ഓരോ ബ്രിക്സിനെ നമുക്ക് ഫാമിലി ആയിട്ട് പറയാൻ പറ്റും അല്ലെ. കുറെ കുടുംബങ്ങൾ കൂടി ചേർന്നതാണ് ഒരു സമൂഹം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി ആണ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ ലിംഗപരമായിട്ടുള്ള ചുമതലകളും പ്രതീക്ഷകളും ഒക്കെ നമുക്ക് കുടുംബത്തിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജെൻഡർ സോഷ്യലൈസേഷൻ എന്നൊരു ടേം പഠിച്ചിരുന്നു അല്ലെ. ആ ഒരു ആശയം, നമ്മൾ കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞ പോയിന്റ് ആയിരുന്നു ഈ സോഷ്യലൈസേഷൻ കുടുംബത്തിൽ നിന്ന് നടക്കുന്നത്. ഇനി ഈ കുടുംബത്തിലെ ലിംഗപരമായിട്ടുള്ള തൊഴിൽ വിഭജനം, ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ എങ്ങനെയാണെന്ന് നോക്കാം. കുടുംബത്തില് നമുക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ജോലികൾ അല്ലെങ്കിൽ വ്യത്യസ്ത ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു നൽകുന്ന ഒരു പ്രവണത പുരാതന കാലം മുതൽ നിവർത്തിച്ചു പോരുന്നത്, അത് ഇന്നും നിലനിൽക്കുന്നത്, അത് നിലനിൽക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അല്ലെ. നമ്മൾ സ്ത്രീക്കും പുരുഷനും വ്യത്യസ്ത റോള് അല്ല, എല്ലാ ജോലിയും എല്ലാവർക്കും ചെയ്യാം, എല്ലാ റോളുകളും എല്ലാവർക്കും എടുക്കാം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇവിടെ സ്ത്രീകൾക്ക് പാചകം, കുട്ടികളെ പരിപാലിക്കുക, ഗൃഹഭരണം, വീട് വൃത്തിയാക്കുക, അതുപോലെ തന്നെ വീട്ടിലെ പ്രായമായവരെ പരിചരിക്കുക, ഇങ്ങനെയുള്ള ജോലികളൊക്കെ സ്ത്രീകളുടെ ഉത്തരവാദിത്തമായും വരുമാനം കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, കുടുംബത്തിന്റെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് കൈകാര്യം ചെയ്യുക എന്നുള്ളത് പുരുഷന്മാരുടെയും ഡ്യൂട്ടി ആയിട്ട് നമ്മൾ പൊതുവെ പറയപ്പെടാറുണ്ട്. അപ്പൊ ഈ ഒരു തൊഴിൽ വിഭജനം എന്ന് പറയുന്നത് ഇത് സാമൂഹികമായി സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. ഇത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ ആയിരുന്നില്ല അല്ലെ. സ്ത്രീക്കും പുരുഷനും ഒക്കെ ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ട്, സാമൂഹ്യ നിർമ്മിതിയായിട്ട് ഇതിങ്ങനെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശമ്പളമില്ലാത്ത ഗാർഹിക ജോലികൾ ധാരാളമായിട്ട് സ്ത്രീ ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലെ. ഒരു അൺപെയ്ഡ് ഡൊമസ്റ്റിക് ലേബർ. സ്ത്രീകള് ഒരു ദിവസം ഓരോ സ്ത്രീയും ഓരോ കുടുംബിനിയും ചെയ്യുന്ന ജോലികളുടെ മണി വാല്യൂ കണക്കാക്കിയാൽ അല്ലെ, പണമൂല്യം കണക്കാക്കിയാൽ അത് ഒരു വലിയ സംഖ്യയായിരിക്കും. അപ്പോ സ്ത്രീകൾ ചെയ്യുന്ന വീട്ടുജോലികൾക്ക് സാധാരണയായിട്ട് നമ്മൾ സാമ്പത്തിക മൂല്യമൊന്നും കണക്കാക്കാറില്ല. ഇപ്പോൾ 30,000 രൂപ ഒരു സ്ത്രീയുടെ ഹൗസ് ഹോൾഡ് ജോലികളുടെ ശമ്പളമായിട്ടൊക്കെ കണക്കാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ആരും നൽകുന്ന സാഹചര്യമൊന്നും അല്ല. അതങ്ങനെ ജസ്റ്റ് അതിന് വാല്യൂ ഉണ്ട് എന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു സാമൂഹ്യ രംഗത്ത് അങ്ങനെ ഒരു സംസാരം വന്നിട്ടുണ്ട് എന്ന് മാത്രം നമുക്കിവിടെ പറഞ്ഞു വെക്കാം. എന്നാൽ ഈ ജോലികളൊന്നും കുടുംബത്തിന്റെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളുമാണ്. ഒരു വനിത, ആ വീട്ടിലെ സ്ത്രീ അവിടെ നിന്ന് ചെയ്യുന്ന ഈ ജോലികള് ഒരു ദിവസം പോലും അവര് ലീവില്ലാതെ അല്ലെങ്കിൽ ലീവ് എടുക്കാൻ സാധ്യതകളില്ലാത്ത ഒരു ജോലിയാണ് കുടുംബത്തിലെ ജോലികൾ എന്ന് പറയുന്നത്. അപ്പോ ഇത്തരം ജോലികൾ സ്ത്രീകൾ എല്ലാ ദിവസവും ചെയ്യുന്നു. ഈ എല്ലാ ദിവസവും ഒരേ തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നു. എന്നാൽ ഇതിനൊന്നും വേതനമോ അല്ലെങ്കിൽ ഇതൊരു ജോലിയായിട്ട് പോലും ആരും കണക്കാക്കാത്ത സാഹചര്യങ്ങളൊക്കെയാണ് നിലവിലുള്ളത്. അപ്പോ അധികാര ബന്ധങ്ങൾ ഫോം ചെയ്യുന്നതില് പല കുടുംബങ്ങളിലും പുരുഷന്മാർക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. ഈ അധികാര ബന്ധങ്ങൾ ഫോം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം, തൊഴിൽ സ്വാതന്ത്ര്യം, ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ പരിമിതമായിട്ടുള്ള അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം ഒക്കെ ഉള്ളൂ. ഞാൻ എന്ത് പഠിക്കണം അല്ലെങ്കിൽ ഞാൻ പഠിക്കണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് കുറഞ്ഞ ഒരു
അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ സ്ഥിതിഗതികൾ മാറി വരുന്നുണ്ട്. വളരെ ജെൻഡർ എന്ന് പറയുന്നത് കാലികം അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതാണെന്ന് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ കാലികമായിട്ടുള്ള മാറ്റങ്ങൾ, പുരോഗമനാത്മകമായിട്ടുള്ള മാറ്റങ്ങൾ ഈ മേഖലയിൽ വരുന്നുണ്ട്. നമുക്ക് വളരെ സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫാമിലിയും കുടുംബവും അതുപോലെ തന്നെ ലിംഗ സാമൂഹ്യവൽക്കരണവും ജെൻഡർ സോഷ്യലൈസേഷനിൽ കുടുംബത്തിന്റെ പങ്ക് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചൊരു കാര്യമാണ് അല്ലെ. എങ്കിലും നമുക്ക് ഈ ഭാഗത്തൊന്നും കൂടി ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഒരു വീട്ടിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ നമ്മൾ ആൺകുട്ടിയെ എങ്ങനെയാണ് വളരേണ്ടതെന്നും പെൺകുട്ടിയെ എങ്ങനെയാണ് വളരേണ്ടതെന്നും ഒരു അലിഖിതമായിട്ടൊരു നിയമം സമൂഹത്തില് ഉള്ള, എങ്ങനെയാണോ സമൂഹം മുന്നോട്ട് പോകുന്നത് അതിലേക്ക് നമ്മളും ആ ഒഴുക്കിലേക്ക് നമ്മളും നമ്മുടെ കുട്ടികളെ അങ്ങനെ ആ രീതിയിലേക്കാണ് വളർത്തുന്നത്. പെൺകുട്ടികൾക്ക് നമ്മൾ വാങ്ങി നൽകുന്ന കളിപ്പാട്ടങ്ങള് ഒരുപക്ഷെ പാവയോ അല്ലെങ്കിൽ പാത്രങ്ങളുടെ സെറ്റ് അല്ലെ, കിച്ചണിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ ഒരു സെറ്റോ അങ്ങനെയൊക്കെ ആയിരിക്കും. എന്നാൽ ആൺകുട്ടികൾക്ക് വാഹനങ്ങള്, അതുപോലെ മറ്റു ബോള്, പന്തുകള്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ബോയ്സിന് നമ്മൾ വാങ്ങി നൽകുന്നത്. അപ്പൊ അത് ചെറുപ്പം തൊട്ട് തന്നെ അവർക്ക് എന്റെ ജെൻഡർ റോൾ എന്താണ്, എന്റെ ജെൻഡർ ഐഡന്റിറ്റി എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു സൂചന അല്ലെങ്കിൽ അത്തരം ഒരു പാഠമാണ് നമ്മളിവിടെ പകർന്നു നൽകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആൺകുട്ടി എങ്ങനെയാവണം പെൺകുട്ടി എങ്ങനെയാവണം എന്ന് കുടുംബത്തിൽ നിന്നാണ് നിശ്ചയിക്കപ്പെടുന്നത്. പെൺകുട്ടിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പെരുമാറ്റവും, ആൺകുട്ടി ഒരിക്കലും കരയാൻ പാടില്ല, വളരെ സ്ഥൈര്യമുള്ളവരും ആയിരിക്കണം, അഡ്വഞ്ചറസ് ആയിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ സാധാരണഗതിയിൽ വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പൊ ഈ കുടുംബത്തിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു സ്ത്രീ പുരുഷൻ എന്ന ഈ ജെൻഡർ ഡിഫറൻസിയേഷൻ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ദെൻ കുടുംബത്തിലെ അസമത്വങ്ങള്, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വ്യത്യസ്ത പരിഗണന നൽകുന്ന കുടുംബങ്ങളുണ്ട്. അപ്പൊ ആ ഒരു അസമത്വങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇനി ആധുനികമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഈ ജെൻഡറിൽ സ്ത്രീകളെ രണ്ടാം ലിംഗക്കാരായി കാണുന്ന ഈ ഒരു പ്രവണതയിൽ വലിയ മാറ്റങ്ങൾ പുതിയ കുടുംബങ്ങളിൽ വന്നിട്ടുണ്ട്. പെൺകുട്ടികൾക്കും ആൺകുട്ടികളെ പോലെ ഈക്വലി ട്രീറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ അല്ലെ. എന്ന് വെച്ചാൽ കളിപ്പാട്ടവും ഈ ജെൻഡർ സോഷ്യലൈസേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ജെൻഡറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പ്രേംചന്ദിന്റെ ലഡ്കി എന്നൊരു കഥ പഠിച്ചത് ഞാനിപ്പോ ഇവിടെ ഓർക്കുകയാണ്. അതായത് പ്രേംചന്ദ് കഥാകാരൻ ചെല്ലുമ്പോൾ ഒരു വീട്ടിലേക്ക് വിരുന്ന് ചെല്ലുമ്പോൾ പെൺകുട്ടിക്ക് മോശം ഭക്ഷണവും ആൺകുട്ടിക്ക് നല്ല ഭക്ഷണവും, പെൺകുട്ടിയെ വീട്ടുജോലികളെ ഫുൾ ടൈം ഈ പെൺകുട്ടി വീട്ടുജോലികൾ ചെയ്യുന്നതും ആൺകുട്ടിയും അച്ഛനും അവിടെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് വെറുതെ പത്രം വായിക്കുന്നു, കളിക്കുന്നു, ഇതൊക്കെയാണ് കാണുന്നത്. അപ്പൊ ഈ പെൺകുട്ടിയും അമ്മയും അടുക്കളയിൽ കഷ്ടപ്പെടുന്നതും ആൺകുട്ടിയും അച്ഛനും പുറത്ത് വളരെ സമാധാന സന്തോഷത്തോടു കൂടി നിൽക്കുന്നതും ഒക്കെ നമുക്ക് ആ ഒരു കഥയില്, ലഡ്കി എന്ന കഥയില് പ്രേംചന്ദ് വരച്ച് കാണിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈ ജെൻഡർ സോഷ്യലൈസേഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടകങ്ങളിൽ നിന്ന് കുറെയൊക്കെ മാറിയിട്ടുണ്ട്. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരുപോലുള്ള ഭക്ഷണവും മികച്ച വസ്ത്രങ്ങള്, മികച്ച വിദ്യാഭ്യാസം, ഇതൊക്കെ ഉറപ്പുവരുത്താനായിട്ട് നമ്മുടെ പുതിയ മാതാപിതാക്കൾ അതിൽ അഭിനന്ദനാർഹരാണ് എന്ന് അതുകൂടി നമുക്ക് ഇവിടെ ഓർത്തു വെക്കാം. ഇനി നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ഹൗസ് ഹോൾഡ്സ് ആണ്. കുടുംബങ്ങളുടെ ഒരു ടൈപ്പ്, പലതരത്തിലുള്ള കുടുംബങ്ങളുണ്ട്. നമ്മൾ ശരിക്കും ഒരു സോഷ്യോളജിക്കൽ ഏരിയയാണ്, നമ്മൾ സോഷ്യോളജിയിലാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കുക. പക്ഷെ നമ്മുടെ ഈ ഒരു ജെൻഡർ ഹിസ്റ്ററിയിൽ ഈ ഒരു ഭാഗം കൂടി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോവുകയാണ് ഈ ഒരു ഭാഗം. നമുക്ക് കുടുംബങ്ങളെ പൊതുവെ ജോയിന്റ് ഫാമിലി എന്നും ന്യൂക്ലിയർ ഫാമിലി എന്നും തിരിക്കാറുണ്ട് അല്ലെ. ജോയിന്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്, കൂട്ടുകുടുംബം. അതുപോലെ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ അണുകുടുംബം. അപ്പൊ എന്താണ് ഈ അണുകുടുംബം എന്ന് പറഞ്ഞാല്? അണുകുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛൻ, അമ്മ, അൺമാരീഡ് ചിൽഡ്രൻ, അതായത് അവിവാഹിതരായ കുട്ടികൾ ഉൾപ്പെടുന്നതാണ് ഒരു ന്യൂക്ലിയർ ഫാമിലി, അണുകുടുംബം എന്ന് പറയുന്നത്. ഇതുപോലുള്ള ഒന്നിലധികം അണുകുടുംബങ്ങൾ കൂടിച്ചേർന്നതാണ് ഒരു കൂട്ടുകുടുംബം, ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. അണുകുടുംബം വളരെ ചെറുതും ജോയിന്റ് ഫാമിലി വളരെ വലുതുമായിരിക്കും. അപ്പൊ ഒന്നിലധികം തലമുറകള് ഒരേ കുടുംബത്തിൽ ഒന്നിച്ച് താമസിക്കുന്ന ഒരു രീതിയാണ് ഈ കൂട്ടുകുടുംബങ്ങളിൽ ഉള്ളത്. മാതാപിതാക്കളും അവരുടെ മക്കളും മുത്തച്ഛന്മാരും അമ്മാവന്മാരും അങ്ങനെ മുത്തശ്ശിമാരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ ജനറേഷൻ തന്നെ അതിനകത്ത് ഉണ്ടാകും. ഇവരുടെ പ്രത്യേകത ഒരു കോമൺ കിച്ചണിൽ പാചകം ചെയ്ത് കഴിക്കുന്നു. അതുപോലെ പൊതു സ്വത്ത്, കുടുംബത്തിന്റെ സ്വത്ത് കൈകാര്യം, കുടുംബത്തിന്റെ വരുമാനം എല്ലാം ആ ഗൃഹനാഥൻ, കുടുംബനാഥൻ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി. ഇപ്പൊ കുടുംബത്തിലെ ഏറ്റവും തലമൂത്ത അംഗത്തിനായിരിക്കും അവിടെ പ്രാധാന്യമുള്ളത്, തീരുമാനം എടുക്കാനുള്ള അധികാരമൊക്കെ വരുന്നത്. ഒരു കൂട്ടായ ജീവിതം, ഒരു സംയുക്തമായിട്ടുള്ള സ്വത്ത്, ഒന്നിച്ച് തീരുമാനമെടുക്കുക, ഇത്തരം പരസ്പരം സഹായിച്ചൊക്കെ ജീവിക്കുക. ഇനി അണുകുടുംബം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
അച്ഛനും അമ്മയും അവിവാഹിതരായിട്ടുള്ള മക്കളും മാത്രമാണ് അവിടെ വരുന്നത് അല്ലെ. അപ്പൊ അവർക്ക് കുറച്ചുകൂടി അവരുടെ കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ പറ്റും. അവർക്ക് ഒരു സ്വകാര്യത കൂടുതലുണ്ടാവും. കുറഞ്ഞ നമ്പർ ആയിരിക്കും ഉണ്ടാവുന്നത്. ആ വീട്ടിലേക്ക് വരുന്ന സ്വത്ത്, സമ്പാദ്യം, വരുമാനം എന്ന് പറയുന്നത് അവർക്ക് മാത്രം ഉള്ളതായിരിക്കും. ഇങ്ങനെ അപ്പൊ ഇങ്ങനെ ഒരു കുറച്ചുകൂടി ചെറിയ ഒരു കുടുംബമാണ് അണുകുടുംബം. ഇനി ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ഫാമിലി എന്ന് പറയുന്നത് മാട്രിലീനിയൽ ഹൗസ് ഹോൾഡ് ആണ്. അതായത് കുടുംബത്തിന്റെ വംശപരമ്പര അമ്മ വഴി, അമ്മയിലൂടെ പിന്തുടരുന്നതാണ് മാട്രിലീനിയൽ എന്ന് പറയുന്നത്. സ്വത്തവകാശമാണെങ്കിലും പാരമ്പര്യ അവകാശമാണെങ്കിലും ഒക്കെ അമ്മ വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. കേരളത്തിലെ പഴയ നായർ തറവാടുകളൊക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു മാതൃവംശ പാരമ്പര്യം നിലനിൽക്കാനും സ്വത്ത് പെൺമക്കളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടാനും ഒക്കെ ഇത് കാരണമാകുന്നുണ്ട്. ഇനി പാട്രിയാർക്കൽ ഹൗസ് ഹോൾഡ് ആണ് മറ്റൊന്ന്. ഇത് കുടുംബത്തിന്റെ പേര്, പാരമ്പര്യം എന്ന് പറയുന്നത് ആൺമക്കളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന കുടുംബനാഥൻ സാധാരണഗതിയിൽ ആരായിരിക്കും? അച്ഛനോ അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്ന പുരുഷനോ ഒക്കെ ആയിരിക്കും. കുടുംബ സ്വത്തിൻ കൈകാര്യം ചെയ്യുന്നതൊക്കെ ഈ ഒരു മുതിർന്ന പുരുഷനായിരിക്കും. കുടുംബത്തിന്റെ പാരമ്പര്യം കൈമാറുന്നതും ആൺകുട്ടികളിലൂടെ ആയിരിക്കും. അപ്പൊ ഇത് ഒരു പുരുഷ മേധാവിത്വത്തെ ഒന്നുകൂടി പ്രൊമോട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫാമിലി കൂടിയാണ്.